നീ എന്താ ഫോൺ വിളിച്ചെടുക്കാത്തെ? എടാ അത് ഞാൻ കുറച്ച് തിരക്കിലാണ്. തിരക്ക്? നമ്മൾ ഇന്നലെ പ്ലാൻ ചെയ്തില്ലേ മൂവിക്ക് പോകാൻ? ഞാൻ 1 മണിക്കൂറേ ഉള്ളൂ. പടത്തിന്റെ ടൈറ്റിൽ മെസ്സ് അതിന്റെ സ്വഭാവം മാറിട്ടാ. എടാ നീ വിട്ടോ, എനിക്ക് വരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നീ ഇത് കണ്ടില്ലേ, ഒരു കുന്നോളം പണിയുണ്ട്. വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യണം, SEO ചെയ്യണം, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യണം, അങ്ങനെ ഒരുപാട് പണിയുണ്ട്. നാളെ സീഡ് ഇൻവെസ്റ്റർ വരുന്നുണ്ട്. ഇതൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. മനസ്സിലാവില്ല ആർക്ക്? എടാ ഇതൊക്കെ നീ 2 മാസം മുന്നേ പറയുകയാണെങ്കിൽ ഞാൻ സമ്മതിച്ചേനെ. പക്ഷെ ഇപ്പോ ലാപ്പ് നിനക്കിപ്പോ എന്താ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യണം അല്ലേ? എന്നാ പിടിച്ചോ. നിന്റെ പ്രോഡക്റ്റ് എന്താ? നീ വെബ്സൈറ്റിക്ക് SEO ചെയ്യണ്ടേ? അടുത്തത് സെർവർ മാനേജ് ചെയ്യണ്ടേ? നിർത്തരുത്. എടാ അതെ ഞാൻ തന്നെ. എന്താ എടാ ഇതൊക്കെ എങ്ങനെയാണോ? നീ എന്താ വിചാരിച്ചേ ഞാൻ ഇങ്ങനെ സിനിമയും കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാണെന്നോ? ഇത് ഞാൻ എൻ്റെ ഏട്ടൻ്റെ മോൻ്റെ കൂടെ ക്ലാസ്സിൽ പോയി നിന്ന് പഠിച്ചാ. ഏത്? ആ 8ാം ക്ലാസ് പഠിക്കുന്ന അജ്മലിന്റെ കൂടെയാ? നീ കളിക്കേണ്ട കാര്യം പറയാം. ഒരു ഡിഗ്രി പോലും ഇല്ലാത്ത നിനക്ക് ഈ നോളജ് എവിടെ നിന്ന് കിട്ടി? എടാ സത്യം, അവൻ ഒരു AI കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവൻ പഠിക്കുന്നുണ്ടപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റ് ആയി. പഠിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലായി AIൻ്റെ ഒരു പവർ. നീ ബീം അക്കാഡമി കേട്ടിട്ടുണ്ടോ? ഇത് അവരുടെ ബീം കോഡ് എന്ന ഏജന്റ് കോഡിംഗ് പ്ലാറ്റ്ഫോമാണ്. ഇവർ മാത്രമാണ് കേരളത്തെ കിഡ്സ് മുതൽ പ്രൊഫഷണൽസിന് വരെ AI കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അവരുടെ മെയിൻ ബ്രാഞ്ച് കൊച്ചിയിലും ഉണ്ട്. ഈ ബീം കോഡ് ബേസ് ചെയ്ത് അവരൊരു പ്രോഗ്രാം നടത്തുന്നുണ്ട്, ക്രിയേറ്റ് പ്രൊമോട്ട് മാനേജ് ഏൺ. സൂപ്പർബാണ്. ഈ ഒരു കോഴ്സ് പഠിച്ചാൽ ഇതുപോലെ 1 അല്ല 10 ഡെസിഗ്നേഷൻ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റും. പ്രോഡക്റ്റ് ബിൽഡർ, SEO സ്പെഷ്യലിസ്റ്റ്, സോഷ്യൽ മീഡിയ മാനേജർ, ഡിജിറ്റൽ മാർക്കറ്റർ, ഓട്ടോമേഷൻ സ്പെഷ്യലിസ്റ്റ്, AI ഏജന്റ് ഡെവലപ്പർ, ക്ലൗഡ് ഡിപ്ലോയ് എഞ്ചിനീയർ, സ്റ്റാർട്ടപ്പ്, ഫൗണ്ടർ, ഫ്രീലാൻസർ, ഏജൻസി ഓണർ. ഇത്രയും ഡെസിഗ്നേഷൻ. പഴയ പോലെ ഇത് ചെയ്യാൻ 10 പേരല്ല, AI യൂസ് ചെയ്ത് ഒരാൾക്ക് ചെയ്യാൻ പറ്റും. പിന്നെ എന്ത് വേണം അളിയാ? ലൈഫ് സെറ്റ് അല്ലേ? ഇതെന്താടാ നീ നേരത്തെ പറയാത്തെ? ഞാനും വരില്ലേ? നിനക്കല്ലേ പുച്ഛം. ഞാൻ ഒന്ന് നിവർന്ന് നിന്നിട്ട് പറയാന്ന് വിചാരിച്ചു. എടാ നിക്ക്. എടാ നീ കൂടുതൽ ബബ്ബ അടിക്കാൻ്റെ. വാ പോയി കാണാം.